السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد نبي الأمي الحبيب الأول القدر العظيم الجاه وعلى آله وصحبه وسلم تسليما قدر عظم ذاتك في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. الذين آمنوا أشد حبا لله. صدق الله المولانا العظيم. استعدوا للموت قبل نزول الموت. ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, ഇന്ന് മുഹറം 10-ാമത്തെ നാൾ, പിന്നെ ആശുറ നാൾ, മുഹറം 12 ഒരുപാട് ഘടനകൾ നടന്നത്. എന്തോരോ ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു പടച്ചതും, ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹ് പടച്ചതും, ആദം നബിയുടെ അള്ളാഹു സ്വർഗത്ത് കടത്തിയതും, അള്ളാഹു വിരോധിച്ച പലതിൻ്റെപ്പോൾ സ്വർഗത്ത് അള്ളാഹു ഭൂമി കടത്തിയതും, ഭൂമിയിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാം ഉമ്മ ഹവ്വാ ഉമ്മ പിന്നെ 300 വർഷത്തിൽ പിന്നെ അറഫ മൈതാനിൽ ഒട്ടായതും ഒരു മുഹറം 12. പിന്നെ ഭൂമിക്ക് ഫസ്റ്റ് മല വന്നു, അത് മുഹറം 12. ഭൂമിക്ക് ഫസ്റ്റ് മല വന്നു. ഭൂമിയുടെ ലൗഹു, കലമു, സൂര്യ, നക്ഷത്ര, അർഷ്, കുർഷു, ജിബ്രീൽ അലൈഹിസ്സലാമിനെല്ലാം പഠിച്ചിട്ട് മുഹറം 12. അള്ളാഹു ഷെയ്ഖുൽ അംബിയാക്കന്മാർ ഷെയ്ഖ് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തിലുണ്ടായോ മഹാപ്രളയം ഉണ്ടല്ലേ, അതിൽ അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ അനുയായികളെ എന്താക്കിയ ജ്യോതിജിച്ചല്ലോ, അനുയായികളെ കപ്പൽ 10 വാടിയിട്ട് ജ്യോതിജിച്ചളുടെ പർവ്വതം മുട്ട എലിപ്പാറ്റിയതും പിന്നെ മുഹറം 12. നൂഹ് നബിയുടെ വിരോധികളെ അള്ളാഹു ഹലാക്കിയതും പിന്നെ മുഹറം 12 ചെന്നെങ്കിൽ ആശുറ നാൾ മുഹറം 12 ജ്യോതി പർവ്വതത്തിലങ്ങ് അവിടെ വന്ന് ഇരിഞ്ഞപ്പോൾ തെല്ല ആഹാരുന്നു. അത് നൂഹ് നബിയുടെ മുജിസാത്ത് കൊണ്ട് എല്ലാവർക്കും വേണമായ പോലെ തിന്നകൂ. ആശുറ നാൾ 2 സാധ്യതമാണ്. പിന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അള്ളാഹു നമ്രുദ് എന്താക്കി അവനുണ്ട് രാജാവെന്നല്ല, അവന് തീ കൊണ്ട് തീട്ടപ്പോൾ തീയുടെ ഗുലി അതെന്താ നല്ല 1 നമ്പർ എയർ കണ്ടീഷൻ ആയതും അത് മുഹറം 12. ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു മുടി പോലും തുടങ്ങുകയുണ്ടായില്ല, തീകായില്ല, അള്ളാഹു ചെന്ന തീറ്റ തുടത്ത പോലെ. ഇന്ന് മുഹറം 12 ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീയിൽ നിന്ന് ബച്ചാവായി ചെന്നെങ്കിൽ എന്തു ആവട്ടെ ഇതായി. യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ മീൻ മുലുങ്ങിയതും മീനിൻ്റെ ഭയത്ര പുറത്ത് വന്നതും അതേ പോയിന്റ് മുഹറം 12 മുഹറം 12. പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈഖ ബീവിയുടെ ലവ് ചെന്നെങ്കിൽ അവിടെ അവിടെ ബലിക്കുമ്പോലവ് എന്താക്കി അവിടെ വഷാക്കു നോക്കിത്തല്ലേ യൂസുഫ് നബി അലൈഹി സ്വലാമിയുടെ വഷാക്കു ആയില്ല. ആ കാരണം കൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ നിന്ന് എത്ര 12 വർഷം ജയിലിൻ്റെ വിടുകടയായതും മുഹറം 12. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണാൻ ചേർന്ന് വർഷം കരഞ്ഞു. യാക്കൂബ് നബി അലൈഹി സ്വലാമു യൂസുഫ് നബി ബുൾപ്പെട്ട് യാക്കൂബ് നബി അലൈഹി സ്വലാം 2 കണ്ണ് കാണാണ്ടായിട്ട് ആ കണ്ണിക്ക് ദൃഷ്ടി വന്നത് മുഹറം 12. പിന്നെ അനറബുക്കുമല്ല എന്ന ഫിറൗനോൻ്റെ പാർട്ടിക്കാരെ ഹലാക്കാക്കിയതും മുഹറം 12. പിന്നെ അള്ളാഹുടെ ഭയങ്കരമായ പരീക്ഷകളായ 18 വർഷം രോഗത്തിൽ കിടന്നു അയ്യൂബ് നബി അലൈഹി സ്വലാമിയുടെ പരിപൂർണ്ണ രോഗശിഫായതും മുഹറം 12. ഇദ്രീസ് നബി അലൈഹി സ്വലാമിക്ക് അള്ളാഹു ഉന്നതമായ ദർജ കൊടുത്തൊരു സ്വർഗത്തിൽ ആക്കിയതും മുഹറം 12. ദാവൂദ് നബിക്ക് അള്ളാഹു ദാവൂദ് നബിയുടെ നബി ആക്കിയതും ദാവൂദ് നബിക്ക് സബൂർ ചെല്ലി ഭേദം കൊടുത്തതും അതുമായി മുഹറം 12. 13 വർഷത്തോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇടീ ജഗത്തോ രാജാധികാരായതും മുഹറം 12. ശരിക്കൽ മുങ്ങിപ്പോയോ മനുഷ്യന്മാർക്ക് ചെന്ന് ഇസ്രായേലർക്ക് അള്ളാഹു തൗറാത്തുള്ള കിതാബ് കൊടുത്തതും അതും മുഹറം 12. ഈസാ നബി അലൈഹി സ്വലാം ജനിച്ചതും ഈസാ നബി അലൈഹി സ്വലാമിയുടെ മാങ്ങായെല്ലാം ചേരിട്ട് എന്താക്കിയത് സിലുബ് കയറി മാറ്റിയാറ്. അപ്പോൾ ഈസാ നബിയുടെ സപ്പോർട്ടാക്കി അവന് വിരോധിയായ അപ്പോൾ അവൻ്റെ അതേ പരിസ്ഥിതി ഈസാ നബിയുടെ രൂപം കൊടുത്തിട്ടു ഈസാ നബിയുടെ അള്ളാഹു 4 ആകാശം കയറി മാറ്റിയിട്ട് അവിടെ ഇപ്പോൾ കുസ്വരക്തമായിട്ട് വെച്ചതും അതെന്തായിട്ട് മുഹറം 12. അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ഉമ്മയുടെ മങ്ങിലായത് മുഹറം 12. അള്ളാഹുൻ്റെ റസൂൽ അടക്കം എല്ലാ നബിമാരും അള്ളാഹു മാസവും ആക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ദോഷാതുപോലെ രക്ഷിക്കപ്പെട്ടോ വലിയ ഭാഗ്യം കൊടുത്തതും അത് മുഹറം 12. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് നടന്ന ഖൈബർ യുദ്ധ അലി റളിയല്ലാഹു നേതൃത്വത്തിൽ അത് ഇസ്ലാമിയുടെ കോട്ട വശായതും മുഹറം 12. ഇസ്ലാമിൻ്റെ 2ാമത്തെ ഖലീഫ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബൂ ലൂലത്ത് ചെല്ലുകൊണ്ട്
കടുകത്ത് ബലിയായിട്ട് ഷഹീദായതും മുഹറം 12. പിന്നെ കർബല ചില യുദ്ധം നടന്നതല്ലേ, അതിൽ അള്ളാഹുൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു സമയത്ത് അള്ളാഹുൻ്റെ റസൂൽ അഹ്ലു ബൈത്ത് എത്രമാ കണക്കില്ലാത്ത മനുഷ്യന്മാർ അഹ്ലു ബൈത്ത് അല്ല ഷഹീദായതും അത് മുഹറം 12. ഇന്ന് ഖിയാമത്ത് ഉണ്ടാവുന്നത് മുഹറം 12. അപ്പം മുഹറം 10 വലിയ ഷറഫും വലിയ ബഹുമാനമുണ്ട്. ആ മുഹറം 12 ഖൈർ മാത്രമാക്കിയമോ, വലിയ ദറജ ഖൈർ മാത്രമാക്കിയാൽ ഷറിൽ നിന്ന് ബച്ചാവായാൽ അങ്ങ് ഒരു സൈഡ് ഈ ഖൈരേ ആക്കുക, ഷറിൽ നിന്ന് ബച്ചാവ് ചെന്നെങ്കിൽ ബെടക്കാക്കാണ്ടിക്കട്ട മുഹറം 12 ആറ് ഒരൊറ്റ ബെടക്കാക്കല്ല, അങ്ങ് ഒരു സൈഡ് ഈ ബെടക്കൽ നിന്ന് ബച്ചാവിടാറ്. അതുകൊണ്ട് അണ്ടെല്ലാം നോമ്പ് പിടിച്ച മനുഷ്യന്മാർ, നല്ല ഖൈർ മാത്രമാക്കിയ മനുഷ്യന്മാർ നല്ല രീതിയിൽ ഇക്കിടാറ്. അങ്ങനെ ಖಾಸಗಿ ചെന്നെങ്കിൽ വൈಯಕ್ತಿക അങ്ങ് ആ മനുഷ്യന്മാർ ഇന്ന ഒപ്പം ഇല്ലാത്തപ്പം ഒരേപോലെ ജീവിതം ചെന്നെങ്കിൽ അള്ളാഹുടെ അങ്ങേറ്റം പേടിക്കിടാറ്. മനുഷ്യന്മാരിനോട് അള്ളാഹുടെ പേടിച്ച് വലാക്കൊടും, മനുഷ്യന്മാരില്ലാത്ത പേടിക്കാത്ത വലാക്കൊടും, അങ്ങനത്തെ ജീവിതം അങ്ങ് ഉണ്ടാവില്ല എന്ന് മഹാന്മാർ, ഒരുപാട് മഹാന്മാർ ഷെയ്ഖ് ജീലാനി അടക്കം ഒരുപാട് ഫുളൈൽ ഇബ്നു ഇയാദ് അടക്കം ഒരുപാട് മഹാന്മാർ ചിന്തിച്ചാർ. അതുകൊണ്ട് ആശുറ എന്നെ ധാരാളം അങ്ങ് എന്താക്കിയ സത്കരമാക്കി അങ്ങനെ ജാവലിൻ്റെ ഭാര്യയാക്കിയത്. അതുകൊണ്ട് ഉണ്ട് മഗ്‌രിബ് തോല മുഹറം 10 അല്ലേ, അതുകൊണ്ട് ഒരു 100 ഖുൽ ഹു അല്ലാഹു അഹദ് 1000 വട്ടം ഓതിയും ഭയങ്കര നല്ലോ, 1000 വട്ട ഖുൽ ഹു അല്ലാഹു അഹദ് 1000 സ്വലാത്തുണ്ട് അള്ളാഹുൻ്റെ റസൂലിൻ്റെ പേര്. അങ്ങനെ ചെന്നിട്ട് ഞങ്ങൾ എന്താക്കുക, മുഹറമിടെ അങ്ങേറ്റം ബഹുമാനിച്ച സ്വാലിഹ്യങ്ങളെ കൊടുത്തങ്ങ ആവ. അതൊക്കെ ഞങ്ങൾ എല്ലാവർക്കും അള്ളാഹു ആവതാകട്ടെ. ഞങ്ങൾ എല്ലാ പ്രവർത്തനം പഠിച്ചവനെ സ്വീകരിക്കുക റഹ്മാൻ. മുഹറമിടെ അങ്ങേറ്റം ബഹുമാനിച്ചിട്ട് ബഹുമാനിച്ച് മഹാന്മാരുള്ളവരെ അങ്ങനെ ബറക്കത്തുണ്ട്. ഞങ്ങളെ അങ്ങോട്ട് അവിടെ എല്ലാ അർഹതയോടെ ജീവിക്കും മരിക്കും. നിങ്ങൾ നീ ഭാഗ്യം ഉണ്ടാക്കുക റഹ്മാൻ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.